മണ്ണാർക്കാട് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ വോട്ട് അഭ്യർത്ഥിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി മൻസിൽ അബൂബക്കർ. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഷാജി മുല്ലപ്പള്ളി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിനോദ്, ജീവനക്കാർ, രോഗികൾ എന്നിവരോട് വോട്ട് അഭ്യർത്ഥിച്ചു. മണ്ണാർക്കാട് ഒരു പ്രത്യേകിച്ച് സംഭവം, ഒരു ടൂറിസം ഇതുവരെ ഇവിടെ ശരിയായിട്ടില്ല. അതെ, അപ്പോഴേ റിസോർട്ടിലൊക്കെ ആൾക്കാർക്ക് വരുള്ളൂ. ടൂറിസത്തിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അട്ടപ്പാടിയിലെ ടൂറിസം കൃത്യമായി പുരോഗമിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ജോലി എടുക്കാനും വരുമാനം ഉണ്ടാക്കാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാകും. തുരുത്തിച്ചാൽ പദ്ധതി നമുക്ക് ഏറ്റെടുത്ത് പെട്ടെന്ന് നടപ്പാക്കാം. പിന്നെ ആരോഗ്യ മേഖലയിൽ ഒരു പുതിയ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരണം. ഒരുപാട് നമ്മൾ പുറകിലൊപ്പം നിൽക്കുന്നത്. അതെ, ആരോഗ്യ മേഖല കേരളത്തിൽ മൊത്തം പുരോഗമിക്കുമ്പോഴും മണ്ണാർക്കാട് തീർത്തും അവഗണിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് അതിൻ്റെ പാച്ച് ചെയ്യാനുള്ള എല്ലാ പദ്ധതികളും അധികാരത്തിൽ വരികയും മണ്ണാർക്കാട് പുതിയ MLA ഉണ്ടാവുകയും പാവപ്പെട്ട ആളുകൾക്ക് കാസ്പ് എന്ന് പറഞ്ഞ ആരോഗ്യ സുരക്ഷയുടെ ഇതായിട്ട് കാസ്പ് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേയ്മെൻ്റൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ ആ കാര്യത്തിലൊക്കെ സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ ആശുപത്രി നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഈ ട്രൈബൽ ഏരിയയ്ക്ക് ആയതുകൊണ്ട് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ ചികിത്സ കൊടുക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ആദ്യം കിട്ടിയില്ലേ? അവിടെ ഉണ്ടാട്ടോ. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ്, നേതാക്കളായ മണികണ്ഠൻ, G സുരേഷ് കുമാർ, P കബീർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ജീവനക്കാരോടും ആശുപത്രിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. മികച്ച പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും താൻ വിജയിച്ചാൽ യുവാക്കൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന കർമ്മ പദ്ധതികൾ ആരംഭിക്കുമെന്നും മൻസിൽ അബൂബക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. നല്ല പ്രതികരണമാണ് മണ്ഡലത്തിൽ നിന്ന് ലഭ്യമാവുന്നത്. മണ്ഡലത്തിലുടനീളം നല്ല പ്രതികരണം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചാരണമുണ്ട്. അതായത് ജെൻസുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്ത്, അത് ഏതെങ്കിലും 1-2 പദ്ധതികളൊന്ന് വിശദീകരിക്കുമോ? അതൊക്കെ പ്രാവർത്തികമാക്കുമോ ജയിച്ചാൽ? 100 ദിവസം പുതിയൊരു മണ്ണാർക്കാട് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വിദ്യാർത്ഥികൾക്കും ജോലി ലഭിക്കാൻ വേണ്ട AI, ഡാറ്റ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സ്കിൽ പരിശീലനം, ഓരോ ഗ്രാജുവേറ്റിനും ഇന്റേൺഷിപ്പ് ഉറപ്പ്, അതുപോലത്തെ വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള, നല്ല പൗരന്മാർക്ക് വളർത്താനും അവരെ നല്ല ജോലി ചെയ്യാനുള്ള പ്രാപ്തരാക്കാനുള്ള പദ്ധതികൾ നമ്മൾ മണ്ഡലത്തിൽ 100 ദിവസം കൊണ്ട് ഉറപ്പാക്കും എന്നാണ്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്.